ഇന്ന് ഞാനൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ ബിരിയാണി പാത്രം അടപ്പത്തോട്ട് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് ഇട്ടിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് സവാള, 2 സവാള എടുത്തിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. അപ്പം നമ്മളുടെ സവാള എളുപ്പം ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഉപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെ എനിക്ക് ഇടാനായിട്ടാണ് താല്പര്യം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാമേ. ഞാൻ ഇടുന്നില്ല, എനിക്ക് അത്യാവശ്യമുള്ളത് ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ പീസസ് ആക്കി നമ്മളുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ വെജിറ്റബിളൊന്നും ഇടുന്നില്ല, ഈ ക്യാരറ്റ് സവാളയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെയും പറയുന്നത്, നമുക്ക് അതിനകത്തിൽ നെയ്യ് കുറച്ചുകൂടെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പം എനിക്ക് ആവശ്യമില്ല, അത് കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം നമ്മളുടെ ആ സവാളയൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ വീട്ടിലെ മസാല തന്നെയാണ് ഇടുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളമാണ് നമുക്കപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചും കൂടി വെള്ളം വേണം, അതും കൂടി ഒഴിച്ചു കൊടുത്ത്. അപ്പം നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ സവാളയ്ക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്ത കാരണം ഇട്ടില്ല. അപ്പോൾ നമ്മളുടെ മുട്ട പുഴുങ്ങിയത് ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒന്ന് കുറച്ച് വരഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മളുടെ മസാലയൊക്കെ മുട്ടയിലൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പം മസാല നമ്മളുടെ മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നേരത്തെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഹാഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേവിക്കുന്ന ഉടനെ നല്ലതായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മളുടെ ബസ്മതി അരി കഴുകിയിടുക. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പട്ടയും ഗ്രാമ്പും കുരുമുളകും ഏലക്കയും നമ്മളുടെ ആ ഇലയില്ലേ, ആ ഇലയും കൂടി നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പകുതി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ ആ ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. ഈ ബിരിയാണി പാത്രം നല്ല പാത്രമാണ്, അടിപൊളി പാത്രമാണ്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സൂപ്പറാണ് ഈ പാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാത്രം നോക്കി മേടിക്കണം. കാരണം നമുക്ക് ഇളക്കാനും ഒക്കെ നല്ല ഇതാ. 2 കിലോയുടെ ബിരിയാണി പാത്രമാണ്. നമുക്കൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് മസാല, നമ്മുടെ മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇപ്പം മല്ലിയില ഇട്ട് കൊടുക്കാമേ. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതൊന്ന് എടുത്ത് നോക്കാം. നമ്മളുടെ നല്ലതായിട്ട് ചോറിലൊക്കെ നമ്മളുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളുടെ മുട്ടക്കുട്ടന്മാരൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അതിലൊക്കെ നല്ലതായിട്ട് മസാലയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. ഉണ്ടോ, നല്ല കളറിൽ നല്ല രസമായിട്ട്. കൂടുതൽ അങ്ങ് വെജിറ്റബിൾ ഇടുമ്പോൾ ഒരു സുഖമില്ല കാണാൻ. അപ്പം നമ്മളുടെ പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ സലാഡുണ്ട്,
നമ്മളുടെ നാരങ്ങ അച്ചാറുണ്ട്. ഈ നാരങ്ങ അച്ചാർ ഇട്ട വീഡിയോ ഞാൻ നമ്മളുടെ ഇതിലുണ്ട്. അപ്പം നമ്മൾക്കിത് കഴിക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ മുട്ട ബിരിയാണി. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയറും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.